ദൈവമക്കൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായ ആത്മനിയമത്തോടെ കർത്താവിന്റെ ദാസിയെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പാദപീഠത്തിൽ എനിക്കും ഇങ്ങനെ ആയിരിക്കാൻ ദൈവം ഒരുക്കി തന്ന വൻകൃപയോർത്ത് എന്റെ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ സാബുങ്കലിനും പ്രിയ ആന്റിക്കും ആമീൻ സ്തോത്രം. എന്നെ ആമീൻ പ്രിയ പാസ്റ്ററിനും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ വന്ദനം അറിയിക്കുന്നു. അതുപോലെ മീറ്റിംഗിലായിരിക്കുന്ന കർത്തൃദാസന്മാർ, ദേവദാസന്മാരൊക്കെ ഉണ്ടല്ലോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ വന്ദനം അറിയിക്കുന്നു. ഈ പുതുവർഷത്തിൽ ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ദൈവം ഒരുക്കി തന്ന വൻകൃപയെ ഓർത്ത് എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ സാബിയാണ് എന്നെ ഈ മീറ്റിംഗിലേക്കൊക്കെ പരിചയപ്പെടുത്തുന്നത്. ആമേൻ സ്തോത്രം. ആമേൻ. ഇങ്ങനെ ആയിരിക്കാൻ, അവരുടെ കൂടെ ആയിരിക്കാനും പ്രത്യേകിച്ച് ആമേൻ അവിടെ നടക്കുന്ന ആ ചർച്ചിൽ കടന്നുപോയി ആമേൻ എനിക്ക് ശുശ്രൂഷിക്കാനൊക്കെ ദൈവ അവസരങ്ങൾ ഒരുക്കുവാനിടയായി തീർന്നു. അതിൽ ആയിരിക്കുന്ന പ്രിയ സേഫ്നെസ്സൊക്കെയായും സ്തോത്രം ചെയ്യുന്നു. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം നമുക്കായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് രാത്രികാലം ശക്തീകരിക്കുവാൻ, ദൈവത്തിന്റെ കൃപ ഏറ്റെടുക്കുവാൻ ഇന്ന് രാത്രി നമ്മളെ തന്നെ ഒരിക്കൽ കൂടി സമ്പൂർണ്ണമായി സമർപ്പിക്കാം. കണ്ണുകളെ അടച്ച് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവപാദപീഠത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സൂക്യ പിതാവേ, കർത്താവേ, ഈ കർത്താവേ ജനുവരി മാസം 2026 ആദ്യത്തെ മാസം കർത്താവ് ഞങ്ങൾ നിന്റെ പാദപീഠത്തിൽ കർത്താവ് സൂം പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കുന്നപ്പാ കർത്താവെ വിവിധ രാജ്യങ്ങളിലുള്ള പ്രിയപ്പെട്ടവരുമായി ഈ രാത്രികാലമായിരിക്കുമ്പോൾ കർത്താവെ നിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മേലേക്ക് അയക്കണമേ. കർത്താവ് ഇതിനകത്ത് ഭാരത്തോടോ വേദനയോടോ പ്രതിസന്ധികളോടൊക്കെ ആയിരിക്കുന്നവരുണ്ട്. കർത്താവ് ഇന്ന് രാത്രി അവരുടെ മുറിവുകളെ കെട്ടുന്ന രാത്രിയാക്കണം. അവർക്ക് വേണ്ടി വിടുതലയക്കുന്ന രാത്രിയായിരിക്കണം. കർത്താവിന്റെ സാന്നിധ്യം അവരായിരിക്കുന്ന ഓരോ റൂമുകളിലും വാസ്തവമായി ഇന്ന് രാത്രി ചലിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, നിർജീവത്വത്തിന്റെ മേൽ, കർത്താവെ നഷ്ടപ്പെട്ടതിന്റെ മേൽ, കർത്താവെ തിരികെ കിട്ടത്തില്ലെന്ന് ചിന്തിക്കുന്നതിന്റെ മേൽ ഇറങ്ങി വരുന്നൊരു ദൈവപ്രവൃത്തിയുടെ കരം ഇന്ന് രാത്രി കർത്താവെ ചില മേഖലകളിൽ ചലിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടയാക്കണമേ. ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. അപ്പാ ദൈവത്തിന്റെ ആത്മാവ് തന്നെ സംസാരിക്കണമേ. പരിശുദ്ധാത്മാവ് തന്നെ സകലതും നിയന്ത്രിക്കണമേ. ദൈവകരത്തിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ചിന്തക്കായിട്ട് ആമേൻ സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ആമേൻ ഇതിലായിരിക്കുന്ന പ്രിയപ്പെട്ട കർത്തൃദാസനോടും ജനത്തോടും ദൈവത്തിന് പറയാൻ കഴിയുന്ന ഒരു കാര്യം വചനത്തിലൂടെ അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ. അപ്പോൾ നേരത്തെ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു. ആമേൻ. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ ആകാശത്തു നിന്നും മഴ പെയ്തു. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയാം ആമേൻ ഈ 2026 നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 26 മടുത്തെന്ന് പറയുമ്പോൾ, 26 ആമേൻ ഇനി എനിക്കില്ലെന്ന് പറയുമ്പോൾ, പ്രിയ ദേവമക്കളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാണ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ. ആമേൻ സ്തോത്രം. ആമേൻ ഒന്നുകൂടെ പ്രാർത്ഥിക്കുവാൻ, ശക്തിപ്പെടുവാൻ ആത്മാവ് ഇന്ന് രാത്രി തന്റെ ജനത്തോട് ആഹ്വാനം ചെയ്യുക. മീകാ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി ദൈവാത്മാവിന് പറയാനുള്ള ഈ 2 ശബ്ദമാണ്: വീണ്ടും പ്രാർത്ഥിക്കുക, വീണ്ടും ഒന്ന് എഴുന്നേൽക്കുക. ആമേൻ സ്തോത്രം. 25 ഓടി ക്ഷീണിച്ച് തളർന്നു പോയ സ്ഥാനത്ത്, ആമേൻ സ്തോത്രം, ഇനി എനിക്ക് ഒക്കത്തില്ലെന്ന് പറയുന്ന സ്ഥാനത്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ദൂത് വിളിച്ച് പറയുക, ഒന്ന് വീണ്ടും വീണ്ടും വീണ്ടും. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി പറയുന്നു, വീണ്ടും ഒന്ന് എഴുന്നേൽക്കുക, വീണ്ടും ഒന്ന് പ്രാർത്ഥിക്കുക. ആമേൻ സ്തോത്രം. കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിച്ച് മറുപടി കണ്ടവരായിരിക്കാം, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചതിന്റെ റിസൾട്ട് നേടിയതായിരിക്കാം. പക്ഷേ
ആമേൻ ചിലത് കിട്ടാതെ ഭാരപ്പെടുന്നവരായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന് പറയാനുള്ള ഒരു ഒറ്റ ദൂതേ ഉള്ളൂ. പ്രാർത്ഥനയിൽ ഉണരുക, പ്രാർത്ഥനയിൽ ശക്തിപ്പെടുക, പ്രാർത്ഥനയിൽ ഒന്നും കൂടെ എഴുന്നേൽക്കുക. ആമേൻ ഈ 2026 നമ്മുടെ മുൻപിൽ സമയം വേസ്റ്റ് ആക്കാൻ നമുക്കില്ല. കർത്താവ് പറയുന്നു ആമേൻ നമ്മളും ദൈവവുമായിട്ടുള്ള കണക്ഷനിലേക്ക് ഒന്നും കൂടെ ബന്ധപ്പെടുവാൻ ഈ രാത്രി ദൈവാത്മാവ് ആമേൻ ഇതിനകത്തായിരിക്കുന്ന തന്റെ ജനത്തോട് ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. ആമേൻ സ്തോത്രം. പ്രാരംഭമായി ഇത് പറഞ്ഞെങ്കിലും ആമേൻ എന്നോട് ദൈവാത്മാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, മുൻപോട്ട് ഓടുക. ആമേൻ ഈ ഒരു വചനത്തെ കുറിച്ചാണ് ആത്മാവ് ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. മുൻപോട്ട് ഓടുക. വളരെ പ്രഗത്ഭരും ദൈവവചനം അറിയാവുന്നവരൊക്കെ ഇതിനകത്തുണ്ടെങ്കിലും ആമേൻ സ്തോത്രം. ആമേൻ എനിക്കൊന്നും അറിയത്തില്ലെങ്കിലും പരിശുദ്ധാത്മാവ് നൽകുന്ന ദൈവിക ആലോചനകൾ ഇന്ന് രാത്രി ആമേൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മുൻപോട്ട് ഓടുക. ആമേൻ സ്തോത്രം. ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ ഒരിക്കലും പിറകോട്ട് പോകാനുള്ളവരല്ല. ആമേൻ സ്തോത്രം. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എപ്പോഴും മുന്നോട്ട് നമ്മുടെ കാലുകൾ വെക്കുക എന്നുള്ളതാണ്. ആമേൻ സ്തോത്രം. പിറകോട്ട് പോകുവാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല. പ്രതിസന്ധികൾ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ഞെരുക്കങ്ങൾ വന്നാലും രോഗങ്ങൾ വന്നാലും പീഡകൾ വന്നാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു ഈ 2026 നാം മുന്നോട്ട് ചില സ്റ്റെപ്പുകൾ വെക്കുക. ആമേൻ സ്തോത്രം. ആമേൻ അതിനായിട്ട് നാം ഒരുക്കപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ മേൽ ദൈവം ചിലത് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുക. ആമേൻ സ്റ്റെപ്പുകൾ വെക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക്, മുന്നോട്ട് ഓടുവാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ആമേൻ സ്തോത്രം ഫൈനലിൽ ചെന്ന് എത്തുവാൻ ഒരിക്കലും കഴിയുകയില്ല. ആമേൻ സ്തോത്രം. മുന്നോട്ട് ഏത് ക്ഷീണാവസ്ഥയിലും ബലം ധരിച്ച് മുന്നോട്ട് ഓടുന്ന ഒരു വ്യക്തിക്ക് ആമേൻ സ്തോത്രം ഓട്ടക്കളത്തിന്റെ അവസാന ഘട്ടത്തിൽ ചെന്ന് കയറി നിന്ന് ജയത്തിന്റെ കൊടി പിടിക്കുവാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് വ്യക്തമായിട്ടും ദൂത് പറയുക. പ്രിയദേവമക്കളെ, ഇന്ന് രാവിലെ മുതൽ പ്രാർത്ഥനയ്ക്കായി ഞാനിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പ്രയർ ഉണ്ട്. അത് കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്കായിട്ട് ഇരിക്കുമ്പോൾ ആത്മാവ് എന്നോട് ഇന്നലെ മുതൽ പറയുന്ന ഒരു കാര്യമാ, എന്നോട് വ്യക്തിപരമായി സംസാരിച്ച കാര്യമാ. നീ പുറകോട്ട് പോകാനുള്ളവളല്ല, നീ മുന്നോട്ട് ഓടുവാനുള്ളവളാ. നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത് ആ വിളിക്കാം. ഇന്ന് രാത്രികാലം ഈ വാക്യത്തോടുള്ള ഈ വചനത്തോടുള്ള ബന്ധത്തിൽ തന്നെ ആമേൻ സ്തോത്രം നമുക്കറിയാൻ കഴിയും. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 18-ാം അധ്യായം അതിന്റെ 46-ാമത്തെ വാക്യം. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്റെ മേൽ വന്നു. അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുൻപായി ഓടി. പ്രിയദേവമക്കളെ, ഏലിയാവ് ശക്തനായ ഒരു മനുഷ്യനായിരുന്നു. ആമേൻ സ്തോത്രം. തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബ്യനായ ഒരു ചെറിയ ഗ്രാമത്തിൽ ആമേൻ ഉള്ള ഏലിയാവ്, ആമേൻ സ്തോത്രം, ഏലിയാവിന് ദൈവം കൊടുത്ത ആലോചനയുടെ മധ്യത്തിൽ ദൈവമാണ് തന്നോട് സംസാരിച്ചത്. അത് കൊട്ടാരത്തിൽ തന്നെ രാജാവിനോട് പറയുമ്പോൾ ഒട്ടും മടികൂടാതെ ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം രാജാവാണെങ്കിലും പറയേണ്ടതുപോലെ ചെന്ന് പറയുവാൻ ഏലിയാവ് തയ്യാറായി. അത് നിമിത്തം ഏലിയാവിന്റെ മേൽ ആമേൻ ആമേൻ പലവിധ പ്രതിസന്ധികൾ കടന്നു വന്നു. എന്നാൽ ഏലിയാവ് പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. എങ്കിലും ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏലിയാവ് ആഹാബിന്റെ രഥത്തിന് മുന്നേ ഓടി. ആമേൻ. എന്നോട് ദൈവാത്മാവ് പറഞ്ഞത് ഈ 2026 നമ്മൾ മുന്നോട്ട് ഓടണം. ചില രഥങ്ങളുടെ മുൻപിൽ നമ്മൾ കയറി ഓടണം. രഥമെന്ന് ആമേൻ ആമേൻ ഇവിടെ ആഹാബിന്റെ രഥമെങ്കിലും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുക, ചില രഥങ്ങൾ നമ്മളെ പലപ്പോഴും പുറകോട്ടാക്കുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു അത് മാനസിക സംഘർഷങ്ങളായിരിക്കാം, ആമേൻ മാനസിക പിരിമുറുക്കങ്ങളായിരിക്കാം. ആമേൻ സ്തോത്രം സ്തോത്രം. ഒരു മനുഷ്യന് പുറമേ നോക്കും നാം പെർഫെക്റ്റ് ആയി തോന്നുമെങ്കിലും അവരുടെ അകത്തളത്തിലെ നീറുന്ന മേഖലകൾക്കകത്ത് അവരെ പിടിച്ച് പുറകോട്ട് കൊണ്ടുപോകുന്ന ചില അനുഭവങ്ങളുണ്ട്. ഇന്ന് രാത്രി ആത്മാവ് അവരുടെ ആഴങ്ങളെ കണ്ടുകൊണ്ടാണ് ആത്മാവ് സംസാരിക്കുന്നത്. ഇന്ന് രാത്രി പറയുക ആമേൻ സ്തോത്രം. ചിലപ്പോൾ സാമ്പത്തികം ഉണ്ടായിരിക്കാം, നല്ല പൊസിഷൻ ഉണ്ടായിരിക്കാം, പക്ഷെ ഇന്ന് രാത്രി പറയുന്നു മനസ്സിന്റെ കൺട്രോൾ വിട്ടുപോകുന്ന ചില മേഖലകൾക്കകത്ത്
മാനസിക സംഘർഷങ്ങളുടെ നടുവിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയാ, ഈ രഥങ്ങളെ ഒന്ന് പുറകിലോട്ടാക്കിക്കൊണ്ട് മുന്നോട്ട് കയറി ഒന്ന് സ്റ്റെപ്പ് വെക്കാൻ ഇന്ന് രാത്രി ചിലരോട് ദൈവാത്മാവ് ദൂത് വിളിച്ച് പറയാ. ഒരിക്കലും ദൈവമക്കളെ നമുക്ക് മാനുഷികമാകുന്ന നിലയിൽ ഇതിന് മുൻപിൽ ഓടി ജയിക്കാൻ കഴിയത്തില്ല. ആമേൻ, സ്തോത്രം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യഹോവയുടെ കൈ ഏലിയാവിന്റെ മേൽ വന്നു. ഈ 2026 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഈ പ്രാരംഭ മാസം തൊട്ട് ഓടാൻ തുടങ്ങിയാൽ ലാസ്റ്റ് ഡിസംബർ വരെ എത്തണമെങ്കിൽ നമ്മുടെ മേൽ അസാധാരണമായ ഒരു അഭിഷേകം നമുക്ക് ആവശ്യമാ, അസാധാരണമായ ഒരു ദൈവകൃപ നമുക്ക് ആവശ്യമാ. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, സ്തോത്രം, ഒരു വണ്ടിയുടെ ഇന്ധനത്തെ നിറയ്ക്കുന്നത് പോലെ സ്തോത്രം, മുന്നോട്ട് ഓടുവാൻ, കിലോമീറ്ററുകൾ താണ്ടുവാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ ഇന്ധനത്തെ ഒന്ന് ചാർജ് ചെയ്ത് കയറ്റിയാൽ മാത്രമേ നമുക്ക് ചില മേഖലകളിൽ മുന്നോട്ട് കയറാനൊക്കൂ. സ്തോത്രം. ഇന്ന് രാത്രി ആത്മാവ് പറയാ, അതിനായിട്ട് യഹോവയുടെ കൈ ഏലിയാവിന്റെ മേൽ കടന്നു വന്നു. ഈ കൈ വരുന്നതിന് മുൻപ് അവിടെ ഒരു കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഈ 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വലിയൊരു മത്സരം നടക്കുകയാണ്. ബാലിന്റെ പ്രവാചകരും ഒരു വ്യക്തിയായ ഏലിയാവ് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതിപുരുഷൻ എന്നതുപോലെ താൻ നിൽക്കുക. അവിടെ ഒന്ന് തെളിയിക്കപ്പെടേണ്ടതുണ്ട്, തന്റെ ദൈവം ആരാണെന്നുള്ളത്. സ്തോത്രം. ബാലിന്റെ പ്രവാചകർ ഏകദേശം 850 പേർ ചേർന്ന് നിൽക്കുന്ന വേളകൾക്കകത്ത് അവിടെ കാണാൻ കഴിയുന്നത്, അവർ പറയുന്നു, മഴ പെയ്യിക്കുന്ന ദേവൻ ബാലാണ്. സ്തോത്രം എന്നവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഏലിയാവ് ഒറ്റയ്ക്കാണെങ്കിലും ഏലിയാവ് അത് തെളിയിക്കുവാൻ റെഡിയായി കർമ്മേലിലേക്ക് നിൽക്കുകയാ. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഒറ്റയ്ക്കാണെങ്കിലും ദൈവം ചിലത് തെളിയിക്കും. ഏലിയാവ് നീ ഒറ്റയ്ക്കാണെങ്കിലും ദൈവം ചിലത് തെളിയിക്കും. ഈ 2026 പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന ചില ദൈവദാസിമാരോട്, ദൈവദാസന്മാരോട്, ചില അഭിഷിക്തരോട് പരിശുദ്ധാത്മാവ് പറയാ, ചിലത് തെളിയിക്കും. ദൈവമാണ് വിളിച്ചതെന്ന്, ദൈവമാണ് ചേർത്ത് പിടിച്ചതെന്നാണ്, ദൈവമാണ് എന്നെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയതെന്ന് വ്യക്തമായി തെളിയിക്കുന്ന മേഖലകൾ ഇന്ന് രാത്രി ചിലരുടെ മേൽ ആത്മാവ് തരാൻ പോകുകയാ. പ്രായം കഴിയട്ടെ, ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകട്ടെ, പക്ഷെ ദൈവാത്മാവ് പറയുന്നു, ഇതൊന്നുമല്ല തെളിയിക്കുന്നത്. ഏലിയാവേ, നിന്നെ തെരഞ്ഞെടുത്ത ദൈവത്തിനറിയാം. 850 അല്ല, 10,000 നിന്റെ മുന്നിൽ വന്നു നിന്നാലും നിന്നെ വിളിച്ചിറക്കിയ ദൈവം ആരാണെന്ന് തെളിയിക്കുന്ന വർഷമായി വർഷം. സ്തോത്രം. ഒരിക്കലും വിശ്വാസം നഷ്ടപ്പെടരുത്, പ്രത്യാശ നഷ്ടപ്പെടരുത്. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോ, വിശ്വാസത്തോടെ മുറുകെ പിടിച്ചു നിന്നോ. പരിശുദ്ധാത്മ പറയുന്നു, ചിലത് തെളിയിക്കും. അവിടെ ഏലിയാവ് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഏലിയാവിന്റെ ദൈവം ഇറങ്ങി വരണമെങ്കിൽ ഏലിയാവ് ക്രമീകരിച്ച ചില മേഖലകളുണ്ട്. അവിടെ നമുക്ക് കാണാൻ കഴിയും, യാഗപീഠങ്ങളെ അവൻ പുതുക്കി പണിഞ്ഞു. ഒന്നാമതായിട്ട് അവൻ യാഗപീഠങ്ങളെ പുതുക്കി പണിയുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം, സ്തോത്രം. ഗോത്ര സംഖ്യകൾക്കൊത്തവണ്ണം കല്ലുകൾ എടുത്തു വെച്ച് യാഗപീഠത്തെ പുതുക്കി പണിഞ്ഞു. സ്തോത്രം. യാഗപീഠം ഒന്ന് ശരിയായി ക്ലിയർ ചെയ്തു വെച്ചു. അതിനകത്ത് ചില ക്രമീകരണങ്ങൾ ഏലിയ ഒരുക്കി. സ്തോത്രം. യഹോവയ്ക്ക് വേണ്ടി ഏലിയ ഒരു യാഗപീഠം പണിതു. പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ പുതിയ ഇസ്രായേലായ തന്റെ ജനത്തിനോട് 1 കൊരിന്ത്യർ 13 പറയുന്നുണ്ട്, ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം, നമ്മുടെ ദൈവത്തിന്റെ ആലയമാണ് നമ്മുടെ മന്ദിരം, അതായത് നമ്മുടെ ശരീരം. ഈ ശരീരത്തിലാണ് ക്രിസ്തു വസിക്കുന്നത്. ഈ ശരീരം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ ശരീരത്തെ ദൈവത്തിന് വിശുദ്ധി ഉള്ളതാക്കി, ദൈവത്തിന് വേണ്ടുന്ന യാഗമാക്കി. നമ്മുടെ ശരീരത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വഭാവത്തെ, സ്തോത്രം. കൊലോസ്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ പഴയ മനുഷ്യനെ അവന്റെ
പ്രവർത്തികളോടെ ഉരിഞ്ഞു കളഞ്ഞ ആമേ പുതിയ മനുഷ്യനെ തന്റെ പരിജ്ഞാനത്തിൽ ധരിച്ചു കൊള്ളുവീൻ. ആമേ സ്തോത്രം. നമ്മുടെ പഴയ മനുഷ്യനെ ഒരു വസ്ത്രം എടുത്ത് മാറ്റിയിട്ടിട്ട് ഒരു പുതിയ വസ്ത്രം നാം ധരിക്കുന്നത് പോലെ ഇന്ന് രാത്രി ഒരു ഏലിയാവായി മാറണമെങ്കിൽ, ഒരു പ്രാർത്ഥനാ മനുഷ്യൻ ദൈവത്തിന്റെ പ്രാർത്ഥനാ മനുഷ്യനായി തീരണമെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുകയാണ്, ആമേ സ്തോത്രം, നമ്മുടെ പഴയ മനുഷ്യനെ, നമ്മുടെ പഴയ സ്വഭാവത്തെ, പഴയ ചിന്തകളെ, പഴയതായി കിടക്കുന്ന ചില ആമേ പാരമ്പര്യത്തിൻ്റെതെന്ന് ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ നാം ആരൊക്കെയാണെന്ന് ചിന്തിക്കുന്ന ചില മേഖലകളെ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഒന്ന് വലിച്ചു കീറി പുറത്ത് കളയാൻ തയ്യാറെങ്കിൽ ക്രിസ്തു എന്ന പുതിയൊരു മനുഷ്യൻ നമ്മുടെ അകത്ത് കയറി വരുവാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുക. ഈ വ്യക്തിക്ക് മാത്രമേ ചിലത് ചെയ്യുവാൻ കഴിയൂ, ഈ വ്യക്തിക്ക് മാത്രമേ ചിലത് തെളിയിക്കുവാൻ കഴിയൂ. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, പഴയതേതെങ്കിലും 2025 ആയിട്ടും നമ്മുടെ അകത്ത് കടന്നു കൂടുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ വിളിച്ചു പറയുക, ഈ ആമേ പഴയതേതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നെടുത്ത് പുറത്ത് കള. പഴയ ധ്യാനത്തെ പുറത്ത് കളഞ്ഞിട്ട് പുതിയതിനകത്തേക്ക് പ്രവേശിപ്പിക്കുക. ഈ ജനുവരി 1 ആമേൻ ആമേൻ ഈ മന്തില് ദൈവാത്മാവ് നമ്മളോട് ദൂത് വിളിച്ച് പറയുക, പഴയ മനുഷ്യനെ എടുത്ത് പുറത്ത് കള. ആമേ സ്തോത്രം. എന്നിട്ട് പുതിയതിനെ ഒന്ന് ധരിക്ക. നീ ഒരു ഏലിയാവായി വെളിപ്പെടുവാൻ, ആമേ നിന്റെ യാഗപീഠം ശുദ്ധിയുള്ളതായി തീരുവാൻ. ആമേ സ്തോത്രം. പ്രിയതേ മക്കളെ, എപ്പോഴും അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും ആമേ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ ആമേ ദൂതുകൾ മാത്രമല്ല ദൈവം സംസാരിക്കുന്നത്. ദൈവത്തിന് ചില ക്രമീകരണങ്ങൾ ആവശ്യമുണ്ട്. ഈ 2026 എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞ ദൂത്, ആമേ ചില ഏലിയാവുമാരെ ദൈവത്തിന് ചില മേഖലകളിൽ തെളിയിച്ച് കയറ്റണം. ആമേ സ്തോത്രം ഹല്ലേലൂയ. ഓടി ഓടി തളർന്ന് ആമേ സ്തോത്രം സ്തോത്രം ആമേ കടന്നുപോയ പല മേഖലകളിൽ പലരും വീണ് കിടക്കുമ്പോൾ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി ആത്മാ പറയാ, ചിലത് തെളിയിക്കണം. കർമ്മേലിൽ ചിലത് തെളിയിക്കണം. ആമേ പ്രാർത്ഥന മുറിയിൽ ചിലത് തെളിഞ്ഞു വരണം. നമ്മുടെ വിശ്വാസത്തിൽ ചിലത് തെളിഞ്ഞു കാണിക്കണം. ഇന്ന് രാത്രി ആത്മാവ് പറയുക, ബാലിന്റെ ശക്തികൾ, പൈശാചിക മേഖലകൾ നമ്മളെ വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ 2026 കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ ഇന്ന് രാത്രി പറയുക, ആമേ സ്തോത്രം, നാം ഒന്നുകൂടെ സമർപ്പിച്ച് വിളിക്കാമോ? കർത്താവേ, എന്നെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം, ആമേ സ്തോത്രം, ഇതുവരെയും എനിക്കത് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആമേ പലരും ചെയ്യുന്നത് ഞാൻ നോക്കി കാണുക, പക്ഷെ ഇന്ന് വരെ എനിക്ക് അതിനകത്തൊന്ന് കയറി നിൽക്കാൻ കഴിയുന്നില്ലെന്ന് ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. അവരെ നോക്കി ആത്മാ വിളിച്ചു പറയുകയാ, ആമേ സ്തോത്രം, ഈ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ആമേൻ സ്തോത്രം. എന്നോട് സാബുങ്കൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, അവസരം നഷ്ടപ്പെടുത്തരുത്. ആ വാക്ക് എനിക്ക് എപ്പോഴും ഒരു പ്രചോദനമാ. കാരണം അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ആമേ സ്തോത്രം. കിട്ടുന്ന അവസരം, പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരം, ദൈവവചനം പറയാൻ കിട്ടുന്ന അവസരം. ആമേ കാരണം ഇന്നത്തെ ദിവസം നമുക്ക് ഇന്ന് രാത്രി നമ്മൾ ആമേ രാവിലെ എഴുന്നേക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയത്തില്ല. ആമേ കിട്ടുന്ന അവസരങ്ങൾ ആമേൻ ഒരിക്കലും വൃഥാവാക്കരുത്. സമയം വേസ്റ്റ് ആക്കരുത്. ആമേ സമയം മറ്റു പലതിന് യൂസ് ചെയ്യരുത്. പരിശുദ്ധാത്മ പറയുന്നു, ആമേ 2026 വളരെ കെയർ ആയിട്ട് പോകേണ്ട വർഷമാണ് നമ്മുടെ ജീവിതത്തിൽ. എന്നോട് ദൈവാത്മാ പറയുന്നു, നെല്ലും പതിരും കർത്താവ് വേർതിരിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. ആമേ ചിലതിനെ പാറ്റാൻ തുടങ്ങിയാൽ ആമേ സ്റ്റേജിലൊക്കെ ശക്തമായി ശുശ്രൂഷയായിരിക്കാം, ആമേ പല അത്ഭുതങ്ങൾ ചെയ്യുന്നതായിരിക്കാം. പക്ഷേ വീശുമുറത്തിനകത്തൊന്ന് കയറ്റി പാറ്റാൻ തുടങ്ങുമ്പോൾ നീ പതിരാണോ നെല്ലാണോ എന്ന് വെളിപ്പെടുന്ന സമയം അതിവിദൂരമല്ലെന്ന് ആത്മാ വ്യക്തമായിട്ട് തന്റെ ജനത്തോട് ദൂത് പറയുകയാ. ഫലമുള്ളതിനെയും ഫലമില്ലാത്തതിനെ കർത്താവ് തിരയുകയാ. ആമേൻ ഇന്ന് രാത്രി ആമേൻ നിൽക്കുമ്പോൾ അത്തി നിൽക്കുമ്പോൾ നല്ല പച്ചിപ്പാണ്. ആമേ കണ്ടാൽ യാതൊരു കുഴപ്പവുമില്ല. ആമേ കാണാൻ നല്ല ഭംഗിയാണ്.
എല്ലാ തരത്തിലും നോക്കുമ്പോൾ നമ്മൾക്ക് പോലും അതിശയം തോന്നും. പക്ഷേ ഫലമുള്ള തോട്ടക്കാരൻ, അതിന്റെ ഉടമസ്ഥൻ വന്ന് അതിനകത്തൊന്ന് ചികഞ്ഞു നോക്കുമ്പോൾ ഇല മാത്രമേ ഉള്ളൂ. ഈ ഒരവസ്ഥ നമുക്ക് വരരുത്. കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, ഫലമുള്ളതായി തീരട്ടെ, ഫലമുള്ള വൃക്ഷമായി തീരട്ടെ. പ്രിയ ദൈവമക്കളെ, ഇവിടെ ഏലിയാവ് സ്തോത്രം തന്റെ ക്രമീകരണങ്ങൾ ചെയ്തിട്ട് താൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. സ്തോത്രം. ആ പ്രാർത്ഥന ദൃഢനിശ്ചയത്തിന്റെ ഒരു പ്രാർത്ഥനയാ. അവിടെ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ഈ കാര്യങ്ങളൊക്കെയും നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്ന്. ഞാൻ ഈ ചെയ്ത യാഗപീഠത്തിന്റെ കാര്യങ്ങളും ഈ ക്രമീകരണങ്ങളെല്ലാം എന്റെ ഇഷ്ടത്തിനല്ല ഞാൻ ചെയ്തത്. സ്തോത്രം. എനിക്ക് ഇഷ്ടമുള്ളതുപോലുള്ള ക്രമീകരണമല്ല ഞാൻ ചെയ്തത്. ദൈവമേ, അങ്ങയുടെ ഇഷ്ടപ്രകാരം ഞാൻ ഇത് ചെയ്തു എന്ന് ഇന്ന് വെളിപ്പെട്ടു വരണം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത്ര ദൃഢനിശ്ചയോടെ, ഇത്ര ഉറപ്പോടെ, ഇത്ര ശക്തിയോടെ പ്രാർത്ഥിക്കുവാൻ ഏലിയാവിന് കഴിഞ്ഞത്. ഏലിയാവ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തു കഴിഞ്ഞു. സ്തോത്രം. ഇനി ദൈവത്തിന് നോക്കുമ്പോൾ അതിനകത്തൊരു ന്യൂനത കാണാനില്ല. അതുപോലെ ഏലിയാവ് അവിടെ ക്രമീകരിച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മളെ കർത്താവ് ഭൂമിയിലാക്കിയിരിക്കുന്നത് യുദ്ധം ചെയ്യാനാ. യുദ്ധത്തിനായിട്ടാ ദൈവം നമ്മളെ വിളിച്ചത്. യുദ്ധക്കളത്തിൽ ഇറങ്ങി നിൽക്കുന്ന തന്റെ ജനത്തിന് യുദ്ധം ചെയ്യണമെങ്കിൽ ദൈവം തരുന്ന ആയുധങ്ങൾ അതിന്റെ നിലകളിൽ നാം ഉപയോഗിക്കണം. അത് ധരിക്കണമെങ്കിൽ ദൈവം പറയുന്ന ചട്ടക്കൂടുകൾക്കകത്ത്, ന്യായ പ്രമാണങ്ങൾക്കകത്ത്, ദൈവത്തിന്റെ കൽപ്പനകൾക്കകത്ത് നാം നിൽക്കാത്തിടത്തോളം യുദ്ധത്തിൽ നമുക്ക് ജയിക്കാനൊക്കത്തില്ല. യുദ്ധം പരാജയപ്പെടും. സ്തോത്രം. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയാ, യോശുവയും കൂട്ടരും ഹായി പട്ടണം പിടിച്ചെടുക്കാൻ കടന്നുപോയി. പക്ഷേ ഇതിനേക്കാളും വലിയ വലിയ കാര്യങ്ങൾ അവർ ചെയ്തു വന്നു. പക്ഷെ ഹായിയുടെ അവിടെ എത്തിയപ്പോൾ അവർ പരാജയപ്പെട്ടു. കാരണം എന്താ? അവിടെ ഒരു ആഖാൻ ഒളിഞ്ഞു കിടക്കുകയാ. സ്തോത്രം. ആഖാൻ മറിഞ്ഞു കിടക്കുകയാ. ഈ ആഖാൻ വെളിപ്പെടാതെ കിടക്കുന്നിടത്തോളം ഈ യുദ്ധം ജയിക്കുകയില്ല. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ യുദ്ധം ജയിച്ചേക്കാം, പക്ഷെ അകത്ത് കിടക്കുന്ന ചില ആഖാൻ, മറഞ്ഞു കിടക്കുന്ന ആഖാൻ, ജീവിതത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ആഖാൻ, നമ്മുടെ കുടുംബത്തെ തകർക്കുന്ന, നമ്മുടെ തലമുറകളെ നശിപ്പിക്കുന്ന സ്തോത്രം, ചില ആഖാന്റെ ശക്തികൾ ഇന്ന് രാത്രി ദൈവാത്മ വിളിച്ചു പറയുന്നു. ഇന്ന് രാത്രി അതിനെ ഒന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ച് ചില ആഖാന്റെ ശക്തികൾ ഒന്ന് പുറത്തു വരട്ടെ. മറഞ്ഞു കിടക്കുകയല്ല. ചില കുടുംബത്തെ തകർക്കുന്ന, തലമുറകളെ വെല്ലുവിളിക്കുന്ന, കുടുംബ ജീവിതത്തെ ഇല്ലാതാക്കുന്ന, ശുശ്രൂഷകളെ തകർക്കുന്ന ദേശത്ത് ചില വെല്ലുവിളികൾ ഉയർത്തി നിൽക്കുന്ന ആഖാന്റെ ശക്തികൾ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഈ പട്ടണം പരാജയപ്പെടേണ്ട കാര്യം എന്തെന്ന് ഇന്ന് രാത്രി ചിലരൊന്ന് ചിന്തിക്കണം. ചിന്തിച്ചിട്ട് അവിടെ നിന്ന് മറഞ്ഞു കിടക്കുന്ന ആഖാന്റെ വിഷയങ്ങൾ പുറത്തേക്ക് ഒന്ന് വെളിപ്പെട്ടു വരുവാൻ ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാവും. കർത്താവേ, എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ചില പരാജയങ്ങൾ വരുന്നു? എന്തുകൊണ്ട് എന്റെ ശുശ്രൂഷകൾക്കകത്ത് ചില പരാജയങ്ങൾ വരുന്നു? വാഗ്ദത്തം ശക്തമായി കിടക്കുന്നു, എന്നാൽ എനിക്ക് സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് തന്റെ ജനത്തോട് വിളിച്ചു പറയുക, ചിലരുടെ മേല് ദൈവത്തിന്റെ കരം തൊടുകയ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുക. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, വാർദ്ധക്യമെന്ന് ചിന്തിക്കേണ്ട, സമയം കഴിഞ്ഞെന്ന് ചിന്തിക്കേണ്ട, സ്തോത്രം സ്തോത്രം, ഞാൻ ക്ഷീണിച്ചു പോയെന്ന് ചിന്തിക്കേണ്ട. ദൈവാത്മാവ് പറയുക, ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരും. നിന്നെ പുറകോട്ട് വലിക്കുന്ന, നിന്റെ കുടുംബത്തിനകത്ത് തകർച്ച ഉണ്ടാക്കുന്ന ചില ആക്രാന്യ മേഖലകളെ ആത്മാവിന്ന് രാത്രി വെട്ടാൻ പോകുക. എത്ര പേര് പ്രാർത്ഥിക്കുന്നു? സ്തോത്രത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. അതിൽ കടകരക തുരാതകര ഭവിഷ്യസിയ ഹസ്തന വൈഡമനിയ ഈ ആഖാൻ, പ്രിയ ദൈവമക്കളെ, ഇന്ന് ദൈവസഭകൾക്കകത്ത് ഈ ആഖാൻ മറഞ്ഞു കിടക്കുകയാണ്. സ്തോത്രം. ശുശ്രൂഷാരംഗങ്ങളിൽ ഇത് മറഞ്ഞു കിടക്കുകയാ. എന്നാൽ ഇന്ന് രാത്രി പറയുന്നു, ഒരു യോശുവേ, നീ എഴുന്നേൽക്ക്. സ്തോത്രം. ചിലത് പുറത്തു വരട്ടെ. യോശുവേ, നീ ഒന്ന് എഴുന്നേൽക്ക്. ചിലത് പുറത്തു വരട്ടെ. ആത്മവ്യക്തമായി
ശക്തമായി ഇടപെടുന്നു. ദർശനമുള്ളവർ 26 പുറത്തു വരട്ടെ. ആമേൻ ആമേൻ. ദൈവിക ബന്ധമുള്ളവർ പുറത്തു വരട്ടെ. ഇന്ന് രാത്രി പറയുകയാ, ആമേൻ, ഹായി പട്ടണം ആഖാൻ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഹായി പട്ടണം ആമേൻ വെറും നിസ്സാരം പോലെ പിടിച്ചെടുക്കുവാനിടയായി. ഇന്ന് രാത്രി പരാജയത്തെ കണ്ടിരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുക, പരാജയ മേഖലകൾക്കകത്ത് ദൈവത്തിന്റെ ചില ചലനങ്ങൾ പരിശുദ്ധാത്മാവിന് ചെയ്യാനുണ്ടെന്ന് ആത്മാവിന്റെ രാത്രി ദൂത് വിളിച്ചു പറയാ. പൊന്നമ്മ തോമസ് എന്ന് പറയുന്ന ആന്റിയോട് ദൈവാത്മാവ് പറയുന്ന, ആന്റി പ്രാർത്ഥിച്ചോ, ശക്തമായി പ്രാർത്ഥിച്ചോ. ഈ ദിവസങ്ങളിൽ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവ് എങ്ങനെ പറയുന്നു, വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ ചില പ്രവൃത്തി കാണുക തന്നെ ചെയ്യും. ഞാൻ വിളിച്ചത് ഒരു എസ്തേറിനെ പോലെ അനവധി പേർക്ക് ഇടിവിന്നിക്കുവാൻ, ദേശത്തിനു വേണ്ടി കരയുവാൻ. ഞാൻ നിന്നെ ഒരു യുദ്ധക്കളത്തിൽ കണ്ട ആമേൻ ഒരു വ്യക്തിത്വമാണ്. ഉടരവസാന്തര ആയുധം മടക്കി വെക്കാൻ നിനക്ക് സമയമായില്ല. ഈ ദിവസം പ്രാർത്ഥനയുടെ ശക്തിയെ തിരിച്ചെടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും ചിലതിനെ പുറത്തെടുക്കുവാൻ ഒരാത്മാവിന്റെ ശക്തിയോടെ നീ ഒന്ന് പ്രാർത്ഥനയിൽ കയറുവാൻ എന്റെ ദാസിയോട് ദൈവാത്മാവ് ദൂത് വിളിച്ച് പറയുകയാ. നിന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന, മനസ്സിനെ ദണ്ഡിപ്പിക്കുന്ന, കുടുംബങ്ങളെ ദണ്ഡിപ്പിക്കുന്ന ചില മേഖലകൾ ആമേൻ ആത്മാവ് എടുത്തു മാറ്റും. കഴിഞ്ഞ നാളുകളിൽ ആമേൻ ആമേൻ ഹാഗർ കരഞ്ഞതുപോലെ നീ കരഞ്ഞ വ്യക്തിത്വമാ. എന്നാൽ ആ കരച്ചിലിന്റെ നടുവിൽ ഞാൻ ഇറങ്ങി വന്നു നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ ഉണരുക, ഒന്നുകൂടെ എഴുന്നേൽക്കുക, ഒന്നുകൂടെ ഉണരുക. നാലായാമത്തിലെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു വിടുതലുണ്ടെന്ന് ആത്മാവിന്റെ രാത്രി എന്റെ ദാസിയോട് ദൂത് വിളിച്ച് പറയുക. പ്രിയ ദൈവമക്കളെ, ഇവിടെ ആമേ സ്തോത്രം, ഏലിയാവ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആമേ സ്തോത്രം സ്തോത്രം രണ്ടാമത് പറയുന്ന ഒരു വാക്കുണ്ട്, ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ. ഒന്നാമത് പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു. ആമേ സ്തോത്രം, അത് ഇന്ന് വെളിപ്പെട്ട് വരണം. രണ്ടാമത് പറയുക, ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ. ആമേ സ്തോത്രം. ഇന്ന് രാത്രി ആമേ സ്തോത്രം മേരിക്കുട്ടി ആന്റിയോട് ദൈവാത്മാവ് പറയുന്നു, ആന്റി പ്രാർത്ഥിച്ചോ. ചിലരറിയേണ്ടതിനൊരു ഉത്തരം, ചിലര് കാണേണ്ടതിനൊരുത്തരം. ആമേ സ്തോത്രം. ഉത്തരം ഇല്ലെന്നല്ല, ഉത്തരമുണ്ട്. ആമേ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ദൈവാത്മാവ് പറയുന്നു, 850 പേരുടെ നിര നിൽക്കുമ്പോഴാ ഒറ്റയ്ക്കൊരുവൻ മാറി നിന്ന് ആമേ ദൈവ പ്രവൃത്തിയെ വെല്ലുവിളിക്കുന്ന ആമേ തന്റെ ജനത്തിന്റെ നടുവിൽ ആമേ ശക്തമായിട്ടൊരു തീരുമാനം എടുക്കുകയാ, എന്റെ ദൈവം ആരാണെന്ന് ഞാൻ തെളിയിക്കും. ആമേ സ്തോത്രം. ഇന്ന് രാത്രി ആന്റിയുടെ മേലേക്ക് ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ഞാൻ ചിലത് തെളിയിക്കും. എന്റെ പ്രാർത്ഥനാ മുറിയിൽ, എന്റെ കണ്ണുനീരിന്റെ മുൻപിൽ, എന്റെ അഭയയാചനകളുടെ മുൻപിൽ ഞാൻ ചിലത് തെളിയിക്കും. ചില ആഖാന്റെ ശക്തികൾ വെട്ടേറ്റ് മാറും. ചില മണ്ഡലങ്ങൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. എന്റെ ജനത്തെ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് പിടിച്ച് കെട്ടിയിടുവാൻ ഒരു കുറ്റി പോലെ ചില വിഷയങ്ങൾ കൊണ്ടുവന്ന് ആ കുറ്റിക്കകത്ത് അമർത്തിക്കെട്ടുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, ആമേ ശക്തിയോടെ എഴുന്നേൽക്ക, പ്രാർത്ഥന ശക്തിയോടെ ഉണര, ആമേ ദൃഢ നിശ്ചയത്തോടെ പ്രാർത്ഥിക്ക്. ഏലിയാവെ, നിന്നെ വിളിച്ചത് ദൈവമല്ലയോ? ആമേ സ്തോത്രം. ആ ദൈവത്തിന് മുൻപും അറിയാം, പിൻപും അറിയാം. ആമേ സ്തോത്രം. മുന്നിൽ വരുന്ന വിഷയങ്ങളെയും അറിയാം, പിന്നിലുള്ള വിഷയങ്ങളെ അറിയാം. ഒന്നും അറിയാത്തൊരു പൊട്ടനല്ല എന്റെ ദൈവം. ആമേൻ. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, പല രാത്രികളും മുറിവേറ്റ ആമേ വ്യക്തിയെ പോലെ നിലവിളിക്കുന്ന മേഖലകൾക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഇങ്ങനെ കാണിക്കുന്നു, ഒരു ദൂതൻ വന്ന് തൊടുന്നത് പോലെ ചില മേഖലകളെ ദൈവം സന്ദർശിക്കും. 2026 കാർമേഘ പടലങ്ങൾ മാറിക്കൊണ്ട്
ഭവനത്തിന്റെ അകത്ത് കാർമേഘ പടലങ്ങൾ പോലെ കിടക്കുന്ന മേഖലകളെ മാറ്റിക്കൊണ്ട് ഒരു വലിയ ദൈവ പ്രവൃത്തി ഞാൻ തെളിയിക്കുമെന്ന് ആത്മാവിന്റെ ദാസിയോട് ദൂത് വിളിച്ചു പറയാ. ശരീരത്തോട് വാദിച്ചു നിൽക്കുന്ന ചില അന്ധകാരത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി ആ ശരീര സ്വതന്ത്രമാകട്ടെ. പലപ്പോഴും പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്തതുപോലെ ശരീരത്തെ വന്ന് ദണ്ഡിപ്പിക്കുന്ന, നാവിനെ കുഴപ്പിച്ച് കളയുന്ന, ഉടവലവോ ശാന്തരവോ ഇടമനിയ വെള്ളമയം ഇല്ലാത്തതുപോലെ ശരീര മേഖലകളെ വാറ്റിച്ച് കളയുന്ന ചില പൈശാചിക പോരുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മീറ്റിംഗിനകത്ത് തന്റെ ദാസിയുടെ മേൽ ഒരു വിടുതൽ വ്യാപരിക്കട്ടെ. സ്തോത്രം. കർത്താവ് പറയുന്നു, എന്നെ വിശ്വസിച്ചോ, ഈ ജനം കാണേ ദൈവം ചില ഉത്തരമരുളും. ചിലർ ചോദിക്കുന്നുണ്ട്, പക്ഷെ അവർ കാണേ ദൈവം ചിലത് തെളിയിക്കും. സ്തോത്രം. തെളിയിക്കാനാ കർമ്മേലിലേക്ക് കൊണ്ടുവന്നത്. സാബുകളെ തെളിയിക്കാനാ കർമ്മേലിൽ കൊണ്ടുവന്നത്. ആ കർമ്മേലിൽ ചിലത് കാണാൻ പോകുകയാ. ആകാശത്തു നിന്ന് തീയിറങ്ങുന്നത്. ഇതിനകത്തൊരു പരിശുദ്ധാത്മാവിന്റെ ചലനം ഇന്ന് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. അതാരെന്നില്ല, ആര് തന്നെയായാലും ദൈവാത്മാവ് പറയുന്നു, യഹോവയുടെ കൈ ചിലതിന്റെ മേൽ വെക്കും. അതിശക്തിയോടെ ഓടത്തക്ക വേണം, അതിശക്തിയോടെ എഴുന്നേൽക്കത്തക്ക വേണം. തണുത്തുറഞ്ഞ മേഖലകളെ ആത്മാവ് ചൂടുപിടിപ്പിക്കുന്നത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കാണുകയാ. പ്രിയ ദൈവമക്കളെ, ഇവിടെ ഏലിയാവ് സ്തോത്രം ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്തോത്രം യാഗപീഠം ശരിയാക്കി എല്ലാം കറക്റ്റ് ലെവലാക്കി. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമേ, എന്റെ പിതാക്കന്മാരുടെ ദൈവമേ, അവരെ നടത്തിയ ദൈവമേ, നീ എന്റെ ദൈവമാണെന്ന്, ഞാൻ നിന്റെ ദാസനാണെന്ന് ഇന്ന് തെളിയിച്ച് ഈ ജനത്തിന്റെ മുൻപാകെ എനിക്ക് ഉത്തരം അരുളണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ ജനം കാണെ ആകാശത്ത് നിന്ന് തീയിറങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, 26 ദൈവം ചിലത് തെളിയിക്കും. ദൈവാത്മാവ് എന്നെ എങ്ങനെ കാണിച്ചത്? 2 കൂട്ടമായി ചിലതിനെ ദൈവം മാറ്റാൻ പോകുക. 2 മേഖലകളായി ദൈവം മാറ്റാൻ പോകുക. നല്ലതിനെ തീയതിനെ കർത്താവ് വേർതിരിക്കും. പതിരിനെ നെൽമണിയെ ദൈവം വേർതിരിക്കും. ശക്തമായ ചില രോഗത്തിന്റെ ശക്തികൾ ചിലതിന്റെ മേലേക്ക് വീഴും. എന്നോട് ദൈവാത്മാവ് പറഞ്ഞ കാര്യമാ. ചിലത് ഇങ്ങനെ വാരി വിതറുന്നത് പോലെ ചില രോഗത്തിന്റെ ശക്തികൾ ചിലതിന്റെ മേലേക്ക് വീഴുകയാ. സ്തോത്രം. ചിലതിനെ ദൈവം തെളിയിക്കും. ദൈവം വ്യക്തമായി ചിലത് തെളിയിക്കും. പരിശുദ്ധാത്മ വ്യക്തമായി ഇടപെടുന്നു. ഏലിയാവ് ആരെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ അവിടെ തെളിഞ്ഞു. പക്ഷെ മറുഭാഗത്ത് ബാലിന്റെ കൂട്ടർ രാവിലെ തൊട്ട് വൈകിട്ട് വരെയും കിടന്ന് ആവുന്നത് പരിപാടി മൊത്തം ചെയ്തിട്ടും അവിടെ തീയിറങ്ങിയില്ല. അവിടെ ഒന്നും നടന്നില്ല. ബാലിന്റെ ഉത്തരവും കിട്ടിയില്ല. പക്ഷെ ഈ ജനം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 39 പറയുന്നുണ്ട്, ജനമെല്ലാം അത് കണ്ടു കവിണ്ണു വീണു. പ്രിയതേ മക്കളെ, നമ്മുടെ ശുശ്രൂഷകൾക്കകത്ത്, നാം നടത്തുന്ന മേഖലകൾക്കകത്ത് ഈ ജനം കവിണ്ണു വീഴണമെങ്കിൽ ഒറ്റയ്ക്കായാലും ഒരു ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ ശക്തി എന്തെന്ന് ദേശം തിരിച്ചറിയണം. സമൂഹം തിരിച്ചറിയണം. പ്രാർത്ഥിക്കുന്നവൻ എവിടുണ്ടെങ്കിലും അവൻ പ്രാർത്ഥനയുടെ ശക്തിയുടെ ഉറവിടമെന്ന് ഏത് രാജ്യത്തായാലും ദൈവം അത് തിരിച്ചറിയിക്കാൻ വിശ്വസ്തന. പക്ഷെ ദൈവത്തിന് ഇന്ന് കാണാൻ കഴിയാത്തത്, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഏലിയാവില്ല, സമർപ്പിക്കപ്പെട്ട പത്രോസ് ഇല്ല, സമർപ്പിക്കപ്പെട്ട പൗലോസ് ഇല്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് വ്യക്തമായിട്ട് പറയാ, ശീമോനെ, സകലത്തെക്കാളും നിന്റെ പടകിനേക്കാൾ, നിന്റെ വലയേക്കാൾ ജോർജ് ഫിലിപ്പ് എന്ന് പറയുന്ന ആ ഡിവൈസിൽ ഇരിക്കുന്ന ബ്രദറോട് ദൈവാത്മാവ് പറയുന്നു, പടകിനേക്കാൾ, വലയേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നു.
ചിലതിനേക്കാളൊക്കെ പ്രിയപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടുക. ആമേ, കർത്താവ് പറയുക, ശീമോനെ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ശീമോനെ ഞാൻ നിന്നെ കണ്ടതാ. ആമേ, സ്തോത്രം. ആമേ, പടകുണ്ടായിരിക്കാം, വലയുണ്ടായിരിക്കാം, പക്ഷെ ഇതിനേക്കാളൊക്കെ ഞാൻ ചോദിക്കുന്നത്, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? ആമേ, സ്തോത്രം. ഹല്ലേലൂയ. പടകിനെ സ്നേഹിക്കുന്നത് പോലെ അല്ല എന്നെ സ്നേഹിക്കേണ്ടത്. വലയെ സ്നേഹിക്കുന്നത് പോലെ അല്ല എന്നെ സ്നേഹിക്കേണ്ടത്. ചിലരൊക്കെ കർത്താവിനെ സ്നേഹിക്കുന്നത് ആമേ ചില കാര്യങ്ങൾക്ക് മാത്രമാണ്. ആമേ, സ്തോത്രം. എന്ന കർത്താവ് ഇന്ന് രാത്രി പറയാ, ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ ആഴമായ ഒരു സ്നേഹത്തിലേക്ക്. കർത്താവെ, നീ ചിലത് തന്നില്ലേലും എനിക്ക് അങ്ങേ വിട്ട് മാറാൻ ഒക്കത്തില്ല, അങ്ങയിൽ നിന്ന് മാറിപ്പോകാൻ എനിക്കൊക്കത്തില്ല. ഇതാണ് യഥാർത്ഥമായ ഒരു ആമേ സ്നേഹം. ആമേ, ഇതാണ് യഥാർത്ഥമായ ഒരു ഉടമ്പടി. ഇതാണ് യഥാർത്ഥമായ ഒരു ദൃഢനിശ്ചയം. ആമേ, സ്തോത്രം. ആമേ, പലപ്പോഴും സമയമുണ്ടെങ്കിൽ നമുക്ക് മീറ്റിങ്ങിനൊന്ന് കയറാം, സമയമുണ്ടെങ്കിൽ സഭായോഗത്തിനൊന്ന് പോകാം, സമയമുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോകാം. എന്നാൽ മറ്റു പലതിന് പോകാൻ നമ്മൾ എത്ര സമയമില്ലെങ്കിലും സമയം ഉണ്ടാക്കിയതിന് പോകാറുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഈ ഒരു സ്നേഹം ഇന്ന് രാത്രി എടുത്തു മാറ്റിയിട്ട് എന്തിനേക്കാളും പ്രധാനം എന്റെ യേശുവാണ്. ആമേ, ഞാൻ രാത്രി ഒന്നും കഴിച്ചില്ലേലും യേശുവെ സ്തോത്രം ചെയ്ത് എന്റെ അപ്പനോടൊന്ന് സംസാരിക്കാതെ ഞാനൊന്ന് ഉറങ്ങത്തില്ലെന്ന് ഇന്ന് രാത്രി ഒന്ന് ഈ പുതുവർഷത്തിൽ ഒന്ന് തീരുമാനമെടുക്കാമോ? ഓടി ഓടി തളർന്നു വന്നിട്ട് ഞാനൊന്ന് കിടക്കിയ കർത്താവ് എന്ന് പറഞ്ഞ് കിടക്കുകയല്ല, ചില മണിക്കൂറുകൾ ഇരുന്ന് എന്റെ കർത്താവിനോടൊന്ന് സംസാരിക്ക്. കർത്താവ് ഇപ്രകാരം അതാ പറയുന്നത്, അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ വീണ്ടും ഞാൻ എഴുന്നേൽക്കും. ശത്രുവായുള്ളവേ, നീ സന്തോഷിക്കണ്ട, ഞാൻ വീണെന്ന് പറഞ്ഞ് കിടക്കിയ, പക്ഷെ ഞാൻ വീണടുത്ത് കിടക്കത്തില്ല, ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കും. നീതിമാൻ വീണാലും അവൻ നിലംപരിചാകുകയില്ല, അവൻ എഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, മറ്റെന്തിനേക്കാളും എന്റെ പ്രിയനോടൊരു താല്പര്യം ഇന്ന് രാത്രി എന്റെ ജനത്തിന്റെ മേൽ ഉണ്ടാകട്ടെ. പ്രിയ ദൈവമക്കളെ, ഇവിടെ പറയുന്നു ആമേ, സ്തോത്രം, നാം എങ്ങനെയാ ഓടേണ്ടത്? ആമേ, പുതിയ നിയമത്തിന് വരുമ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:14 പറയുന്നുണ്ട്, ഒന്ന് പിൻപിലുള്ളത് മറക്കണം. പിൻപിലുള്ളത് മറക്കാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് ഓടാനൊക്കത്തില്ല. ആമേ, സ്തോത്രം. ഇന്ന് രാത്രി ദൈവാത്മാവ് കോമൺ ആയിട്ട് ഒരു ദൂത പരിശുദ്ധാത്മാവ് നൽകുന്നതാ. ആമേ, സ്തോത്രം. നമ്മൾ ഒത്തിരി ദൂതുകൾ കേട്ടവരാ, പ്രവചനം കേട്ടവരാ, ആത്മാവിന്റെ ശക്തമായ സാന്നിധ്യങ്ങൾ അനുഭവിച്ചവരാ. എന്നാൽ ഇന്ന് രാത്രി ജനുവരി മാസം 1 ആത്മാവ് പറയുക, പിൻപിലുള്ളത് ചിലത് മറക്കുക. ആമേ, നിന്നെ വേദനിപ്പിച്ചതാവട്ടെ, കണ്ണുനീര് കുടിപ്പിച്ചതാവട്ടെ, പരിഹസിച്ചതാവട്ടെ, ആമേൻ എന്തെങ്കിലും വായി വരുന്നത് പറഞ്ഞതാവട്ടെ, ആമേൻ ആമേ, സ്തോത്രം. നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിലും പിൻപിലുള്ളത് ചിലത് മറക്കുക. പിൻപിലുള്ളത് ചിലത് മറക്കുക. മറന്നിട്ട് മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ഈ മുമ്പിലുള്ളതിലേക്ക് ആയണമെങ്കിൽ വളരെ പ്രയാസമാണ്. ആമേ, സ്തോത്രം. പിമ്പിലുള്ളത് മറക്കാതെ മുമ്പിലോട്ട് ആയാനൊക്കത്തില്ല. ആമേ, പിമ്പിൽ ഒരു വലിയ ചുമട് കടന്നിട്ട് മുന്നിലോട്ട് ഓടുക എന്നത് പ്രയാസം. അതുകൊണ്ടാ എബ്രായ ലേഖനത്തിൽ പറയുന്നത്, നിന്റെ ഭാരവും മുറുകെ പറ്റുന്ന പാവമൊക്കെ ആമേൻ എടുത്ത് കളഞ്ഞിട്ട് നീ ഫ്രീ ആയിട്ടൊന്ന് ഓടി ആ ലാക്കിലേക്ക് കയറി ഒന്ന് ഓടി ആമേൻ ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഒന്ന് എത്തപ്പെടാൻ ശ്രമിക്കുക. ആമേ, സ്തോത്രം. പ്രിയ മക്കളെ, നമ്മുടെയൊക്കെ ഫിനിഷിംഗ് പോയിന്റ് എത്താറായിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഓട്ടം എവിടെ ആയിരിക്കുന്നു? ട്രാക്കിൽ തന്നെയാണോ? ലെവലിൽ തന്നെയാണോ ഓടുന്നത്? ഈ പ്രാരംഭത്തിൽ നമുക്കൊന്ന് ശോധന ചെയ്തിട്ട് ആമേ രഖമാനിയാം തര ഭൗഷ്യസിയ ആമേ ചില പാരമകത്ത് കിടപ്പുണ്ടോ? നമ്മളെ ടൈറ്റാക്കി മുറുകി പിടിച്ചിരിക്കുന്ന പാപം, നാം എത്ര വിട്ടാലും വിടാത്ത ചില പാപം, നാം എത്ര പോയെന്ന് പറഞ്ഞാലും പോകാത്ത ചില പാപം, ആമേൻ, ടൈറ്റായിട്ട് കയറി പിടിച്ചിരിക്കുന്ന പാപം. ഇന്ന് രാത്രി പൗലോസിന്റെ കയ്യിൽ അണലി കടിച്ചു തൂങ്ങിയത് അവനെ കൊണ്ടേ പോത്തോളെന്നും പറഞ്ഞ, പക്ഷെ പൗലോസിന്റെ കയ്യിൽ വ്യാപരിക്കുന്ന അഭിഷേകം ആമേൻ അതിനെ എടുത്ത് തീക്കാത്ത് കുടഞ്ഞു കളഞ്ഞു. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, നമ്മളെ കൊണ്ടേ പോത്തോളെന്ന് പറയുന്ന ചില മുറുകെ പറ്റുന്നത് ചില ഇന്ന്
രാത്രി പരിശുദ്ധാത്മ വിളിച്ചു പറയുക, ഒന്ന് ആത്മാവിലൊന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് ആ ട്രാക്കിലേക്ക് കയറി ഒന്ന് ഓടാൻ ശ്രമിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രി അങ്ങനെ ഓടുന്നവരുടെ മുൻപിൽ ഒരു വലിയ പ്രതിഫലം മുന്നിൽ വെച്ചിട്ടുണ്ട്. നീതിയുള്ള കിരീടം മുന്നിൽ ഇരിപ്പുണ്ട്. ഈ ലോകത്ത് തരുന്ന ഒരു മാന്യതയേക്കാൾ ഉപരി, ഈ ലോകത്ത് തരുന്ന എന്തിനേക്കാൾ ഉപരി നമുക്ക് വെച്ചിരിക്കുന്ന ഒരു കിരീടമുണ്ട്. സ്തോത്രം. അതിൽ കടകരകത്തുനിയ ജോസ് പാസ്റ്റർ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ചില വെല്ലുവിളികളുടെ മുൻപിലാണെങ്കിലും പരിശുദ്ധാത്മാവിന് ചില പ്രവൃത്തി വെളിപ്പെടുത്താനുണ്ട്. ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് പ്രകാശിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാവുന്നു എങ്കിൽ അധികം ഫലം കായ്ക്കും. അതുപോലെ ഈ നാളുകളിൽ ചില ഫലങ്ങളെ കൊയ്തെടുക്കുന്ന ചില ശുശ്രൂഷകൾക്കായി ഞാൻ ഉപയോഗിക്കുമെന്ന് പരിശുദ്ധാത്മാവ് എന്റെ ദാസനോട് ദൂത് വിളിച്ചു പറയാ. അകത്തൊത്തിരി നല്ല ഗോതമ്പ് മണികൾ കിടപ്പുണ്ട്. അതിനെ ചിലയിടത്തോട്ട് വിതയ്ക്കാൻ തയ്യാറാകാം. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന ദൂതല്ല, മനുഷ്യനുമായിട്ടുള്ള കണക്ഷൻ അല്ല. ദൈവം തന്ന ചില ദൂതുകൾ ചില ഹൃദയത്തിലേക്ക് പാകുകയാണെങ്കിൽ സ്തോത്രം, ദൈവം ചിലതിനെ ദൈവിക പദ്ധതികൾക്ക് ഈ നാളുകളിൽ ശുശ്രൂഷകളിലൂടെ ഒരുക്കിയെടുക്കുമെന്ന് കർത്തൃദാസനോട് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയാ. ആഴത്തിലേക്ക് വലയിറക്കിക്കൊള്ളുവാൻ ദൈവാത്മാവിന്റെ ദാസനോട് ദൂത് വിളിച്ചു പറയുന്നു. ചില ശുശ്രൂഷയുടെ ആഴങ്ങൾ, ചില വചനത്തിന്റെ ആഴങ്ങൾ, വെളിപ്പാടിന്റെ ആഴങ്ങൾ, പ്രവചനത്തിന്റെ ആഴങ്ങൾ, കൃപാവരത്തിന്റെ ആഴങ്ങൾ ഈ നാളുകളിൽ പുതുകി വരുന്നത് പോലെ പുതുകി ഞാൻ ചില മേഖലകളിൽ എന്റെ ദാസനെ കയറ്റുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം എന്റെ ദാസനോട് ആലോചന അറിയിക്കുക. അതിനായി ഈ ദിവസം ഒന്ന് എഴുന്നേൽക്കട്ടെ, അതിനായി ഈ ദിവസങ്ങളൊന്ന് എഴുന്നേൽക്കട്ടെ. ഇന്ന് രാത്രി പറയാണ്, മുന്നിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു പരമവിളിയുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ വിളി, ഏറ്റവും ഉന്നതമായ വിളി. ഈ ലോകത്ത് ചിലർ വിളിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മളെ മറന്നു പോകും, അവർ കണ്ടില്ലെന്ന് നടിക്കും. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയാ, എന്നെ നിങ്ങളെ വിളിച്ചൊരു പരമോന്നതനുണ്ട്, അത്യുന്നതനുണ്ട്. അവൻ വിളിച്ചിരിക്കുന്ന വിളി ശ്രേഷ്ഠ വിളിയാ. നീ കുടുംബത്തിൽ ചെറുതാണെങ്കിലും, നിന്റെ കുടുംബത്തിൽ ഒന്നുമില്ലെങ്കിലും, ഒന്നിന് യോഗ്യത പറയാനില്ലെങ്കിലും, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, വിളിച്ചിരിക്കുന്ന വിളി പരമോന്നത വിളിയാ. ആ വിളി കേട്ടിട്ട് നമ്മൾ പിൻപിലുള്ളത് മറന്നു കളാം. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ക്രിസ്തുയേശുവിനെ നോക്കുമ്പോൾ ചില വിഷയങ്ങളെ മറക്കാൻ ദൈവാത്മാവ് പറയുന്നു. മറന്നിട്ട് മുന്നോട്ട് നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ലക്ഷ്യങ്ങളെ മനസ്സിലാക്കി, വിളിയുടെ ഉദ്ദേശങ്ങളെ മനസ്സിലാക്കി. എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്ന ഒരു വിളിയുടെ ഉദ്ദേശമുണ്ട്. സാബുങ്കളുടെ വിളിച്ചിരിക്കുന്ന ഒരു വിളിയുടെ ഉദ്ദേശമുണ്ട്. ആ കുടുംബത്തിൽ നിന്ന് ദൈവം തെരഞ്ഞെടുത്ത ഒരു വിളിയുടെ ഉദ്ദേശമുണ്ട്. ആ ദേശത്ത് നടത്തുന്ന വേലയ്ക്കകത്ത് ഒരു ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്, ദൈവത്തിന്റെ ഒരു പ്ലാനിങ് ഉണ്ട്. സ്തോത്രം. അതിൽ നമ്മളെ എങ്ങനെ ദൈവം വിളിച്ചു എന്നുള്ളത് ഈ ദിവസം നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നാമും ദൈവവുമായിട്ടുള്ള കണക്ഷനിൽ ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരും. സ്തോത്രം. ഇന്ന് രാത്രി ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, ചില ദൈവദാസന്മാരോട് പറയുക, വ്യക്തമായ ചില ദർശനം സ്ഥാപിച്ചുകൊണ്ട് ഈ 2026 ഒന്ന് ഓടാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, മാനുഷിക വ്യക്തിത്വങ്ങളല്ല, സ്വർഗീയ ദർശനത്തോടുകൂടെ സ്വർഗം സംസാരിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട്, സ്വർഗത്തിന്റെ ആജ്ഞ കേട്ടുകൊണ്ട് ആത്മാവ് പറയുന്നു, ഇതിനകത്ത് ഇന്ന് രാത്രി ചിലരെ ദൈവം അഭിഷേകം ചെയ്യും. എന്നെ ദൈവം കാണിക്കുന്നു, യഹോവയുടെ കൈ ചിലതിന്റെ മേലേക്ക് വരികയാ. ചില സഹോദരിമാരുടെ മേലേക്ക് വരികയാ. ദൈവത്തിന്റെ ചില പ്രവർത്തിക്കായി പരിശുദ്ധാത്മ പറയുന്നു, ത്രോവാസിൽ എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയെന്നതുപോലെ ദൈവാത്മാവ് പറയുന്നു, ചില പ്രത്യേക നിയോഗങ്ങൾ ഇന്ന് രാത്രി തന്റെ ജനത്തിന്റെ മേൽ ആത്മാവ് കൈമാറുകയാ. കൊടുത്ത ദിവ്യജ്ഞാനത്താൽ ദൈവം ചിലത് അവന് വെളിപ്പെടുത്തി കൊടുത്തു. എങ്ങനെ പണിയണം, എങ്ങനെ അത് ചെയ്യണം, എന്ത് രീതിയിൽ അത് ചെയ്തെടുക്കണമെന്ന് ദിവ്യ
ദിവ്യാത്മാവിനാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതിനകത്തുനിന്ന് ചില ദാനിയേൽമാർ എഴുന്നേറ്റ് വരട്ടെ. ആമേ സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ മുഴങ്കാലിൽ ദർശനം കാണുന്ന ദാനിയേലുമാര് ഈ 26 ദൈവത്തിന് ആവശ്യമുണ്ട്. എന്നെ വിളിച്ച വിളിക്കൊത്തവണ്ണം ഞാൻ നടക്കാൻ തയ്യാറാണ് കർത്താവേ എന്ന് പറയുന്ന ചില ദേവോരമാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ശുശ്രൂഷകൾക്കായി ദൈവം ഉപയോഗിക്കട്ടെ. കർത്താവിന്റെ രാത്രി പറയുന്നു, ശക്തമായ ഒരു ദൈവിക സാന്നിധ്യം ആത്മാവ് ഇന്ന് രാത്രി വെളിപ്പെടുത്തുകയാ. കഴിഞ്ഞ രാത്രിത്തെ മീറ്റിംഗിൽ ഞാൻ കയറിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കറിയത്തില്ല, അതിനകത്ത് തീ ഇറങ്ങുന്നത് പോലെ ആത്മാവിന്റെ തീ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്ന ചില കാഴ്ചയുണ്ട്. കത്തുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി ചിലർക്ക് ആവശ്യമാ. നിന്റെ പരാജയത്തിന്റെ മേല്, നിന്റെ കളിയാക്കലിന്റെ മേല്, പരിഹാസത്തിന്റെ മേല്, തോൽവി എന്ന് പറഞ്ഞ് ചവിട്ടി തേക്കുന്നവരുടെ മേല് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഈ അഭിഷേകം നിന്നെ പിടിച്ചുയർത്താൻ തുടങ്ങിയ ഈ ലോകത്ത് ഒരു വ്യക്തിക്ക് താഴേക്ക് വലിച്ചിടാനൊക്കത്തില്ല. ഇന്ന് രാത്രി ആത്മാവ് വിളിച്ചു പറയുന്നു, അതുകൊണ്ട് പിമ്പിലുള്ളത് മറന്നുകൊണ്ട് മുമ്പിലേക്ക് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവ വിളിയുടെ പരമ വിളിക്കായിട്ട് നമുക്കൊന്ന് വിരുദിനായിട്ടോടാം. നമ്മൾ തോക്കാൻ ദൈവം വിളിച്ചിട്ടില്ല, നമ്മൾ ജയിച്ചവരാ. ജയിക്കാനാ ദൈവം വിളിച്ചത്. ഇന്ന് രാത്രി പറയുന്നു, എത്ര പ്രതിസന്ധി വന്നാൽ, എത്ര പ്രതികൂലം വന്നാലും, എത്ര കഷ്ടം വന്നാലും വിളിച്ചു പറ, പിശാചേ ഞാൻ പുറമോട്ടില്ല, ഞാൻ മുന്നോട്ട് യാത്ര ചെയ്യും. എന്നെ വിളിച്ചത് വിരുദിനായിട്ടാ. ഈ ലോകത്തിന്റെ ഒരു അവാർഡിനായിട്ടല്ല ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഈ ലോകത്തിന്റെ ഒരു പ്രതിഫലത്തിനായിട്ടല്ല ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. എനിക്ക് വേണ്ടി നിത്യതയിൽ ഒരുക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ചില ഭാരം മാറിപ്പോകട്ടെ. ചിലരുടെ ഹൃദയത്തിൽ നിന്ന് ചില ഭാരം മാറിപ്പോകട്ടെ. അത് ചില രോഗം പോലെ കിടക്കുന്നത് ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. നെഞ്ചിനകത്ത് കിടക്കുന്ന ചില ഭാരങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ചില അറ്റാക്കുകൾ വിട്ടുമാറട്ടെ. ചില ബ്ലോക്കുകൾ അഴിഞ്ഞു മാറട്ടെ. ശരീരം മുഴുവൻ ക്രിസ്തു യേശുവിൽ സ്വതന്ത്രമായി തീരട്ടെ. ദൈവാത്മാവ് പറയുന്നു, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കും. ഇന്ന് രാത്രി ഡോക്ടേഴ്സിന്റെ റിസൾട്ട് നിന്നെ കൊല്ലുമായിരിക്കാം, പക്ഷെ ആത്മാവ് നിന്നെ ജീവിപ്പിക്കും. ആത്മാവ് നിന്നെ ജീവിപ്പിക്കും. ആത്മാവ് നിന്നെ ജീവിപ്പിക്കും. ചില അസ്ഥികളിൽ, ഞരമ്പുകളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ പരിവർത്തനം ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുക. ചില റൂമുകൾക്കകത്ത് ദൈവശക്തി ഇറങ്ങട്ടെ. അടച്ചിട്ട നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് കിടക്കുന്ന ചത്ത വിഷയങ്ങൾക്കകത്ത് ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി തൊടട്ട്. ചിലതിന്റെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ചില റൂമുകളിൽ ഇറങ്ങട്ടെ. ഇന്നലെ വരെ പ്രാർത്ഥിച്ചതല്ല, ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കിയ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതല്ല, ഭൂമിയിൽ നമ്മളെ പോലൊരു മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എവിടാ നമ്മുടെ പ്രാർത്ഥനയുടെ കുറവുകൾ എന്ന് കണ്ടുപിടിച്ചിട്ട് ഇന്ന് രാത്രി നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാക്കാം. മുഴങ്കാലിൽ ഇരിക്കുന്ന ദാനിയേലിന്, കർമ്മേലിൽ കിടക്കുന്ന ഏലിയാവിന് തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആഹാബേ, നിന്റെ രഥത്തിന് കഴിയത്തില്ല, നിന്റെ കുതിരയ്ക്ക് കഴിയത്തില്ല. യഹോവയുടെ കൈ വന്നാൽ ഈ കുതിരയെക്കാളും പവറിൽ കയറി ഓടുവാൻ ദൈവം എനിക്ക് ശക്തി തരുമെന്ന് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? എന്നിട്ട് പൗലോസ് പറഞ്ഞതുപോലെ 2 തിമോഥെയോസിൽ നമുക്ക് പറയാൻ കഴിയും, ഞാൻ നല്ല പോർ പൊരുതു. സ്തോത്രം. നല്ല പോർ പൊരുതു, എന്റെ ഓട്ടം തികച്ചു, എന്റെ വിശ്വാസം ഞാൻ കാത്തു. സ്തോത്രം. മക്കളെ, ഇതിന് 3 നമ്മളെ വിളിച്ചത്. ഒന്ന്, നല്ല പോർ പൊരുതണം, നമ്മുടെ ഓട്ടം ഒന്ന് തികയ്ക്കണം, വിശ്വാസം ഒന്ന് കാക്കണം. ഇത് വളരെ പ്രയാസമുള്ള കാര്യമാ. പക്ഷെ 2026 ആത്മാവെന്തോ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നു. വ്യക്തമായിട്ട് ദൈവാത്മാവ് എന്നോട് ഇടപെടുക. നമ്മുടെ വിശ്വാസത്തെ കാക്കുക, നല്ല പോർ പൊരുതുക, നമ്മുടെ ഓട്ടം തികയ്ക്കുക. പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് പറയാം, എനിക്ക് നീതിയുടെ കിരീടം അങ്ങ് വെച്ചിട്ടുണ്ട്.
അതെനിക്ക് വേണം. എന്റെ കിരീടം വേറെ ആർക്കും കൊടുക്കാൻ ഞാൻ തയ്യാറല്ല കർത്താവേ. അതിനു വേണ്ടി വിലയുള്ളതെന്തും എന്റെ പുറകിലോട്ട് മാറ്റിക്കൊണ്ട് വിലയുള്ളതിനു വേണ്ടി ഞാൻ ആ ലാക്കിലേക്ക് കയറി ഓടാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ആരാമസന്തര നമ്മുടെ കണ്ണുകളെ അടച്ച ദൈവ സന്നിധാനത്തിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവേ, എന്നെ തന്നെ സമർപ്പിക്കുക, എന്നെ തന്നെ സമർപ്പിക്കുക. എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കണം, എന്റെ പ്രാർത്ഥനയുടെ സ്പീഡ് ഒന്ന് കയറണം, എനിക്ക് മുന്നോട്ടൊന്ന് ഓടണം. ഇന്നലെ വരെ എന്നെ പരാജയപ്പെടുത്തിയ വിഷയം, ഇന്നലെ വരെ എന്നെ താഴ്ത്തിക്കെട്ടിയ വിഷയം, നിന്നെ തകർക്കാൻ വന്നത്, ആമേൻ 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 സ്തോത്രം, ഒരതിരിനപ്പുറത്ത് വിടത്തില്ലെന്ന് പറഞ്ഞത്, ഈ സ്റ്റെപ്പിനപ്പുറത്തേക്ക് നിന്നെ കയറ്റത്തില്ലെന്ന് പറഞ്ഞത്, ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുകയാ. ആമേൻ, നമുക്ക് ധൈര്യത്തോടെ പറയാം, ഇല്ല, ഞാൻ വീണ്ടും എഴുന്നേൽക്കും, ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഇരുട്ടിലിരുന്നാലും ദൈവം എനിക്ക് വെളിച്ചമായി ഇറങ്ങി വരും. എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എന്റെ ദൈവം എനിക്ക് വേണ്ടി ആകാശം തുറന്ന് ഈ വർഷം ആമേൻ അടഞ്ഞ് കടന്നത് ദൈവം തുറന്ന് ഭൂമിയിലേക്ക് മഴ പെയ്ത് ധാന്യം വിളഞ്ഞതുപോലെ എന്റെ ഭവനത്തിനകത്തൊരു വിളവെടുപ്പ് ദൈവം ഒരുക്കാൻ പോകുന്നു. ശുശ്രൂഷയിൽ ഒരു വിളവെടുപ്പ് ദൈവം നടത്താൻ പോകുന്നു. എന്റെ ചർച്ചിനകത്ത് ഒരു വിളവെടുപ്പ് ദൈവം അയക്കാൻ പോകുന്നു. അത് പുറമേ നിന്നല്ല, ആകാശം തുറന്ന് സ്വർഗത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ, അവൻ നമ്മളോട് സംസാരിക്കുക. ഇന്ന് രാത്രി അതിനായിട്ട് ദൈവകരങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. നമ്മളെ ഏൽപ്പിച്ച ഓട്ടം ആമേൻ വ്യക്തമായി ആ ലൈനിൽ കൂടെ തന്നെ ഓടി ഫിനിഷിംഗ് പോയിന്റ് എത്തുവാൻ ദൈവമായ കർത്താവ് ഇന്ന് രാത്രി നമ്മളെ എല്ലാവരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തിയേൽപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ കത്രദാസനും സാബോങ്കലിനും ആന്റിയോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മെ കേൾപ്പിച്ച ശക്തമായ ദൂതുകൾക്കായി കരമുയർത്തിക്കൊണ്ട് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ തീയിറങ്ങി. സ്തോത്രം. നമ്മൾ പ്രാർത്ഥനയിൽ ഒരിക്കലും മടുത്തു പോകരുത്. ആദ്യത്തെ പ്രാർത്ഥനയും അവസാനത്തെ പ്രാർത്ഥനയും തമ്മിൽ 3.5 വർഷത്തെ വ്യത്യാസമാണ്. ആദ്യത്തെ പ്രാർത്ഥന ആകാശം അടയ്ക്കാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. എന്നാൽ അവസാനത്തെ പ്രാർത്ഥന സ്തോത്രം തീ ഇറങ്ങിയിട്ട് വീണ്ടും മഴ പെയ്യ്ക്കാൻ ഉള്ള പ്രാർത്ഥനയായിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ആരും ക്ഷീണിക്കരുത്. പ്രധാനപ്പെട്ട ഒരു ദൂതാണ് ഈ പുതിയ വർഷം നമുക്ക് തന്നേക്കുന്നത്. നമ്മൾ പുറകിലായി പോകാൻ പാടില്ല. ആഹാബിന്റെ രഥത്തിന് മുൻപിൽ ഓടണം. സ്തോത്രം. പുറകിലോടാനല്ല, കൂടോടാനല്ല, മുമ്പിലോടാനാണ് ദൈവം നമ്മെ വിളിച്ചേ. സ്തോത്രം. പലതരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്ത് കൊണ്ടുവന്നിട്ടിട്ട് നിരാശകളും ഭാരങ്ങളും രോഗങ്ങളും സംശയങ്ങളും അസ്വസ്ഥതകളും ഒക്കെ സാമ്പത്തിക പ്രതിസന്ധികളും ഒക്കെ കൊണ്ടുവന്നിട്ട് തലമുറയുടെ വിഷയങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടിട്ട് ശരിയായി നമ്മളെ ഓടാൻ അനുവദിക്കാതെ നമ്മളെ ഞെരുക്കി പുറകിലാക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുണ്ട്. ഇന്ന് രാത്രിയിൽ അതിന്റെ മേലൊരു ജയമെടുത്ത് 2026 കർത്താവേ, അതിനെല്ലാം ഞാൻ ശാസിച്ച് പ്രാർത്ഥനയിൽ വീണ്ടും മുന്നേറി ഈ 2026 ആമേൻ ദൈവം എന്നെ ഏൽപ്പിച്ച താലന്തുകൾ ഉപയോഗിക്കുമെന്ന് നമുക്കൊന്നുകൂടെ ഒരു തീരുമാനത്തിലേക്ക് എല്ലാവരും വരണം. ദൈവം എല്ലാരെയും വിളിച്ചിരിക്കുന്നത് ഓരോരോ ഉദ്ദേശത്തിലാണ്. നമ്മളൊരു ദൂത് കേട്ടു പോകാനല്ല, ഒരു ആശ്വാസം പ്രാപിച്ചു പോകാനല്ല. നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്ന ചില പ്രവൃത്തികളുണ്ട്. അതിന്റെ പൂർണ്ണതയിലേക്ക് ഈ ദിവസങ്ങളിൽ എല്ലാവരും വെളിപ്പെട്ടു വരണം. ഈ രാത്രിയിൽ സമയം ചെലവഴിച്ച് നമ്മൾ ഈ സൂമിൽ വരുമ്പോൾ ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് ആത്മാവ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. ചില ആഖാന്മാരൊക്കെ അകത്ത് കാണും. അതെല്ലാം പുറത്ത് കളഞ്ഞിട്ട് നിരാശയും ഭാരവും സംശയവും രോഗവും വേദനയും ഇതെല്ലാം പുറത്ത് കളഞ്ഞിട്ട് ആത്മാവിൽ ഒന്നുകൂടെ പ്രാർത്ഥിച്ച് ബലപ്പെടണം. ആമേൻ. 1-2 സെക്കൻഡ് ആമേൻ 10 ആവുന്നതേ ഉള്ളല്ലോ. ഒന്ന് അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ട് അർത്ഥരാജലഗന്ധി ഘടകട്ടി കമലപ്പട 7 മിനിറ്റിനുണ്ട്. കടമ്പര അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാട്ട് നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ 2-3 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സ്തോത്രം നമ്മളെ എല്ലാവരെയും സൂമായിട്ട് ഒന്നുകൂടെ പുതിയതിലേക്ക് വരാൻ ഒരു ശക്തിപ്പെടാൻ ഈ രാത്രിയിൽ ദൈവാത്മാവ് ഇടയാക്കും. അവന്റെ ആശയം ഓർത്ത് സ്തോത്രം ചെയ്യാം. അർത്ഥരാജം എല്ലാവരും അന്യഭാഷ പറയാ. അൺമ്യൂട്ട് ചെയ്ത് അന്യഭാഷ പറഞ്ഞു.
പേടിക്കണ്ട, അൺമ്യൂട്ട് ചെയ്ത് അന്യഭാഷ പറ. ചൂതകന്ധം, മൂരജാനം, മടുകുട്ടകം, മൽക്കരകം. ശുശ്രൂഷയിൽ ക്ഷീണമുണ്ടാകരുത്, കുടുംബജീവിതത്തിൽ ക്ഷീണമുണ്ടാകരുത്, ആരാധകസ്ഥന തലമുറയുടെ വിഷയ നിമിത്തം ക്ഷീണമുണ്ടാകരുത്, സാമ്പത്തികമായ വിഷയങ്ങൾ നിമിത്തം ക്ഷീണമുണ്ടാകരുത്, അർത്ഥരാജ, അന്തൽക്കടയ, അരാജകന്ധ, ആപലപ്പെട്ടി, രോഗനിമിത്തം ക്ഷീണമുണ്ടാകരുത്. യേശുവിന്റെ നാമം ചൊല്ലി ഞങ്ങൾ ഒരുമിച്ചെന്ന് രാത്രിയിൽ അടുത്ത ചുവട് വെക്കുന്ന കർത്താവെ, ഞങ്ങളെ ക്ഷീണിപ്പിച്ച്, ഞങ്ങളുടെ ഓട്ടത്തെ ക്ഷീണിപ്പിച്ച് പുറകിലാക്കുന്ന പാരമ്പര്യ ശക്തികൾ, പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഗീത വീതര വാദ വാദര വേദ ഹന്തന ഹട്ടി മച്ചര ഉച്ചര മുത്തല ഹുണ്ടൽ കടങ്കം പരഗതനം ഘടകമ്പല മധുരജാല ഘടകക്ഷപര ജഗനാദി ഘടകസ്യാദന. ഭാവി ഞങ്ങളുടെ ഉള്ളിൽ നേർന്ന ഭാവി പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അത് നിമിത്തം ഞങ്ങൾ പുറകിലാകരുത്, ഞങ്ങൾ മുന്നിൽ വരാനിടയാക്കണമേ. ഞങ്ങളെ കൊണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്ന പ്രവൃത്തി എന്താണോ അത് ചെയ്തെടുക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ. ജീലാല ഹാത്തൂറാമാനായ ഓന്തലാഗിരിയാര വേഷവാചകസ്ഥരാക്ഷി മെൽക്കുടുംബിയാമത്തട്ട് മർദ്ദനവേദ കെട്ടികെട്ട് കച്ചിത്തിരപ്പരവട്ട് വീതികെട്ടകന്തലച്ചകം ജഗന്തമൽക്കര മനാതുനിയാരകം ശമ്പരവേദനം ഘടകംബരജകന ധിരാജകന. ഈ സൂം മീറ്റിങ്ങിലുള്ള എല്ലാ നിന്റെ മക്കളെ, നിന്റെ ദാസന്മാരെ ഞങ്ങളെ ഏൽപ്പിച്ച് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ രാത്രിയിൽ ഞങ്ങളോട് ഇടപെട്ടതിനാൽ സ്തുതിക്കുന്ന കർത്താവേ, ദൈവേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ചോദ്യമാണ്. പടക് നമുക്ക് ഭാരമായി, വല നമുക്ക് ഭാരമായി നിൽക്കുന്നു, ഉപജീവന മണ്ഡലങ്ങൾ ഭാരമായി നിൽക്കുന്നു. പക്ഷേ അതിനേക്കാൾ അപ്പുറമായി സ്തോത്രം യേശുവിനെ സ്നേഹിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഇന്ന് രാത്രിയിൽ നമ്മോട് ആത്മാവ് ചോദിച്ചത്. ആധാര ധീരാക്ക ദീകനവല ഉടകമ്പല മുതരകടി കണ്ട കട്ടികെട്ടവന വടവട്ടി വിട്ട വെട്ടുളങ്കട കട്ടികിട്ടച്ചനസ്തരക്ഷസി. ശാരീരിക മണ്ഡലത്തെ ഞങ്ങൾ മുദ്രയിടുന്നു, മാനസിക മണ്ഡലത്തെ മുദ്രയിടുന്നു, ആത്മീയ മണ്ഡലത്തെ മുദ്രയിടുന്നു, തലമുറകളുടെ മണ്ഡലങ്ങളെ ഞങ്ങൾ മുദ്രയിടുന്നു, സാമ്പത്തിക മണ്ഡലത്തെ ഞങ്ങൾ മുദ്രയിടുന്നു, ശുശ്രൂഷ മണ്ഡലങ്ങളെ മുദ്രയിടുന്നു, വേലസ്ഥലങ്ങളെ ഞങ്ങൾ മുദ്രയിടുന്നു. ഞങ്ങളുടെ സമസ്ത മേഖലകളെയും സൂമായിട്ട് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് യേശുവിന്റെ രക്തം കൊണ്ട്, വചനം കൊണ്ട്, ആത്മാവ് കൊണ്ട് ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും എല്ലാം ഇന്ന് രാത്രിയിൽ മുദ്രയിട്ട് സൂക്ഷിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരം വെച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ സ്തോത്രം. ഹല്ലേലൂയ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മോടുകൂടെ ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോട് കൂടെയും ശേഷിച്ചു അതിന് ശുശ്രൂഷ കർത്താവിന്റെ ദാസിയോട് കുടുംബത്തോടെ ശുശ്രൂഷകളോട് കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തെ സ്തുതിക്കാം. രാത്രി കർത്താവിന്റെ ആത്മാവ് തന്റെ ദാസിയെ ശക്തിയോട് നമ്മളോട് ഇടപെട്ടു. സ്തോത്രം. ഒരു ഊർജം ദൈവം നമുക്ക് പകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആരും ക്ഷീണിക്കരുത്. എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ, ചില്ലറ വിഷയങ്ങൾ നമ്മളെ ക്ഷീണിപ്പിക്കുന്നതുണ്ട്. പക്ഷെ അതിനെ വലുതായി കാണാതെ പ്രാർത്ഥിച്ച്, വീണ്ടും പ്രാർത്ഥിച്ച് ഒരു ജയമെടുത്ത് 26 നമുക്ക് മുന്നേറണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസിയോടുള്ള നന്ദി ഞങ്ങൾ ഈ സമയത്ത് വിശേഷാൽ അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബ്ലെസ് യു.